ഏതെങ്കിലും ഒരു കാലത്ത് ഫുട്ബോൾ ലോകകപ്പ് ഇന്ത്യ എന്ന രാജ്യം സ്വന്തമാക്കുമോ? നമ്മൾ ക്രിക്കറ്റ് ലോകകപ്പും മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾ കായിക രംഗത്ത് സ്വന്തമാക്കിയ രാജ്യമാണ്, സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഒളിമ്പിക്സ് മെഡലുകളൊക്കെ തന്നെ നേടാറുമുണ്ട്. പക്ഷേ ഫുട്ബോൾ എന്ന് പറയുന്ന ലോകോത്തര ഗെയിമിന്റെ ലോകത്തെ ഏറ്റവും ജനകീയമായ ആ കളിയുടെ വേൾഡ് കപ്പ്, ലോകകപ്പ് നമുക്ക് എന്നെങ്കിലും ഒരിക്കൽ നേടാൻ സാധിക്കുമോ? ആ ലോകകപ്പിൽ ഒന്ന് കളിക്കാനെങ്കിലും നമുക്ക് സാധിക്കുമോ എന്നത് ഓരോ ഇന്ത്യക്കാരനും സ്വയം ചോദിക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. നമ്മൾ കായിക രംഗത്ത് പുതിയ ഒരു സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇത്തരം ഒരു പുതിയ വിഷൻ, പുതിയ ഒരാശയം, പുതിയ ഒരു വീക്ഷണം ഈ ഒരു വിഷയത്തിൽ നടത്തുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും ലോകകപ്പ് പോലുള്ള ലോകോത്തര മത്സരങ്ങൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് ജയിക്കാൻ സാധിക്കും. നമുക്ക് കായികക്ഷമതയിലും നമുക്ക് മറ്റ് സൗകര്യങ്ങളിലും കഴിവിലും ഒന്നും ഒരു കുറവുമില്ല. പക്ഷെ നമ്മൾ അവിടെയൊന്നും എത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും, എല്ലാ കായിക മേഖലകളിലും വ്യക്തമായ സാന്നിധ്യവും ആധിപത്യവും ഉറപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഈ ഒരു പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത ലോക കാൽപന്ത് കളിയിൽ മുത്തമിടാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇത് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ വൈറലാകുന്നത്, ചർച്ചയാകുന്നത്. ഖേലോ ഇന്ത്യ, വിൻ ഫോർ ഇന്ത്യ എന്നുള്ള ഒരു പദ്ധതിയിലൂടെ പ്രധാനമന്ത്രി ഈ ഒരു ആശയം മുമ്പോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിരവധി ആശയങ്ങൾ നമുക്കറിയാം, നിരവധി പദ്ധതികൾ. പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ത്രീ സുരക്ഷാ യോജന, അങ്ങനെ നൂറുകണക്കിന് പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ പേരിലുണ്ട്. ഇതിപ്പോൾ ഖേലോ ഇന്ത്യ, വിൻ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എല്ലാ മത്സരങ്ങളും ജയിച്ച് ലോകത്തെ കായിക ഭൂപടത്തിൽ വ്യക്തമായൊരു സാന്നിധ്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു, അല്ലെങ്കിൽ ഇന്ത്യ അതിന് തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്. യുവശക്തി, വികസിത ഭാരതം, ലോകവേദികളിൽ ഇന്ത്യയുടെ വിജയം ഉറപ്പിക്കാനുള്ള പുതിയ പദ്ധതിക്കാണ് ഇപ്പോൾ ഇന്ത്യൻ കായിക മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും ചേർന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആധുനിക കായിക അടിസ്ഥാന സൗകര്യങ്ങൾ അതിശക്തമായി തന്നെ വികസിപ്പിക്കും. ഖേലോ ഇന്ത്യ ഗ്രാമീണ പ്രതിഭകളെ വളർത്തിയെടുക്കും. നമുക്കറിയാം, ഗ്രാമങ്ങളിലൊക്കെ തന്നെ നന്നായി കായികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, ഓട്ടത്തിനായാലും ശരി, ഫുട്ബോൾ ആയാലും ശരി, മറ്റ് ഗെയിമുകളായാലും ശരി, നന്നായി കളിക്കുന്ന ധാരാളം ഗ്രാമീണ മേഖലയിലെ പണമില്ലാത്ത നിർധനരായ ആളുകൾ ഉണ്ട്. അവരെയൊക്കെ തന്നെ ആ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അതുപോലെ TOPS പദ്ധതിയിലൂടെ ഒളിമ്പിക് മെഡൽ, എല്ലാ ഒളിമ്പിക്സിലും വ്യക്തമായ ആധിപത്യത്തോടെ മെഡലുകൾ ലക്ഷ്യമിടുക. ലോകോത്തര പരിശീലനം, ലോകോത്തര നേട്ടങ്ങൾ ഒക്കെ തന്നെ നമുക്ക് സാധ്യമാക്കിയെടുക്കുക. യുവാക്കൾക്ക് അവസരം, രാജ്യത്തിന് അഭിമാനമായി മാറാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പദ്ധതികളും ഒരുക്കുക. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ഒരു കായിക സംസ്കാരത്തിൻ്റെ ഒരു പുതുയുഗം തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്, നമുക്ക് തേടേണ്ടതുണ്ട്, നേടിയെടുക്കേണ്ടതുണ്ട്. ഈ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഒരു ഖേലോ ഇന്ത്യ, വിൻ ഫോർ ഇന്ത്യ എന്നുള്ള ഈ ഒരു പദ്ധതിക്ക്, ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കായിക മന്ത്രാലയം, അതുപോലെ തന്നെ മറ്റ് മന്ത്രാലയങ്ങൾ, അതുപോലെ യുവജന ക്ഷേമ മന്ത്രാലയങ്ങൾ, അങ്ങനെ ഒരുവിധമുള്ള എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടു കൂടി രാജ്യത്ത് ഒട്ടാകെ, കേരളം തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ കായിക ഭൂപടത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. കേരളത്തിലടക്കം ഇതുപോലെയുള്ള സായി പോലെയുള്ള കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഏറ്റവും ശക്തമായി വികസിപ്പിച്ചുകൊണ്ട്, ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ലോകകപ്പ് നേട്ടം, ലോകകപ്പ് ഫുട്ബോൾ നേട്ടം നമുക്ക് സാധിക്കും. കാരണം ക്രിക്കറ്റിൽ നമുക്ക് നേടാമെങ്കിൽ തീർച്ചയായിട്ടും ഫുട്ബോളിലും നമുക്ക് നേടാൻ സാധിക്കും. നമ്മളെക്കാളും ചെറു രാജ്യങ്ങളൊക്കെ തന്നെ വളരെ വലിയ നേട്ടങ്ങൾ ലോകകപ്പ് ഫുട്ബോളിൽ നേടിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും ഇതൊരു പുതിയ ആശയമായിട്ട് ഇന്ത്യ ഏറ്റെടുക്കുകയാണ്, ഇന്ത്യയിലെ യുവജനങ്ങൾ ഏറ്റെടുക്കുകയാണ്, ഇന്ത്യയിലെ കായിക പ്രേമികൾ ഏറ്റെടുക്കുകയാണ് എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഈ ഒരു പദ്ധതിക്ക് നേരുന്നു. ഖേലോ ഇന്ത്യ, വിൻ ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടി ജയിക്കുക, കളിക്കുന്ന കളികളിലെല്ലാം വ്യക്തമായ നേട്ടമുണ്ടാക്കുക, വിജയമുണ്ടാക്കുക എന്നുള്ള പ്രധാനമന്ത്രിയുടെ സ്വപ്നം തീർച്ചയായിട്ടും വരും വർഷങ്ങളിലൊക്കെ തന്നെ അതിശക്തമായി മുമ്പോട്ട് പോകും. അതൊക്കെ തന്നെ നടക്കുകയും ചെയ്യും.